സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പി ഉപയോഗിച്ചുള്ള ഇഡിയംസ് ആണ്. നമ്മൾ ഇഡിയംസ് പി വരെ ഉള്ളത് പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നല്ല ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ, മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ IELTS പോലുള്ളതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇഡിയംസ് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. പുട്ട് യുവർസെൽഫ് ഇൻ സംബഡീസ് ഷൂസ്. ഓക്കെ, എന്താണ്? മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പുട്ട് യുവർസെൽഫ് ഇൻ സംബഡീസ് ഷൂസ്. ഐ ക്യാൻ സീ വൈ യു വുഡ് ഫീൽ ദാറ്റ് വേ വെൻ ഐ പുട്ട് മൈസെൽഫ് ഇൻ യുവർ ഷൂസ്. ഓക്കെ, എനിക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നീ അങ്ങനെ പിന്നെ ചിന്തിക്കുന്നതെന്ന്. എനിക്ക് നിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പുട്ട് മൈസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ എന്നെ തന്നെ ഇൻ യുവർ ഷൂസ്. ഓക്കെ, അതാണ് യുവർ സെൽഫ് ഇൻ സംബഡീസ് എന്നുള്ളത്. അവിടെ യുവർ സെൽഫ് മാറി അതിനനുസരിച്ചുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ളത് വന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഐ ക്യാൻ സീ വൈ യു വുഡ് ഫീൽ ദാറ്റ് വേ വെൻ ഐ പുട്ട് മൈസെൽഫ് ഇൻ യുവർ ഷൂസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി വുഡൊക്കെ ഒത്തിരി പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പുറകിലേക്കുള്ള ചാപ്റ്റർ നമ്മൾ 300-ലധികം ചാപ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുറകിലുള്ള ചാപ്റ്ററുകളിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാമെന്നാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹിസ് എഫേർട്ട് വെൻ ഐ ട്രൈ ടു പുട്ട് മൈസെൽഫ് ഇൻ ഹിസ് ഷൂസ്. ഓക്കെ, എന്താണ്? അവൻ്റെ ആ ഹാർഡ് വർക്കിനെ അല്ലെ അവൻ ചെയ്ത ആ ഒരു വർക്കിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്? ഞാൻ അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാണ്. പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാ പൈസയും ഒരിടത്ത് നിക്ഷേപിക്കുക എന്നതാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോഴെന്താണ് ഫിനാൻഷ്യൽ വിദഗ്ധരൊക്കെ പറയുന്നത്? അങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഉദാഹരണം ശ്രദ്ധിക്കാം. നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഇൻവെസ്റ്റ് ഓൾ യുവർ മണി ഇൻ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, എന്താണ്? എല്ലാ പൈസ ഒരിടത്ത് നിക്ഷേപിക്കരുത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പൈസ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കരുത്. കാരണം എന്താണ്? ചിലപ്പോൾ അതൊക്കെ പൊട്ടിപ്പോകാം അല്ലേ. അങ്ങനെ അതുകൊണ്ടാണ്. She put all her eggs in one basket by investing all her money in stocks. ഓക്കെ, എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ അവളുടെ പൈസ എല്ലാം നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഷി പുട്ട് ഓൾ ഹെർ എഗ്സ് എന്ന് തോന്നുന്നു അല്ലേ. അവിടെ ശ്രദ്ധിക്കുക, ഇൻ വൺ ബാസ്ക്കറ്റ്. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് യു ആർ എന്നുള്ളത് ഹെർ എന്നൊക്കെ ആയി മാറും. അത് ശ്രദ്ധിക്കുക. ടു പുൾ യുവർ സെൽഫ് ടുഗദർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളെ, ആകുലതകളെ നിയന്ത്രിക്കുന്നതിനാണ് ടു പുൾ യുവർ സെൽഫ് ടുഗദർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. എക്സാമ്പിൾ, ഷീ ഈസ് ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു പുൾ ഹെർ സെൽഫ് ടുഗദർ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ്. ഓക്കെ, അവൾക്ക് ആക്സിഡൻറ്റിന് ശേഷം അവളെ നിയന്ത്രിക്കാൻ അവൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഷീ ഈസ് ഫൈൻഡിങ് ഇറ്റ് ഹാർഡ്. ടു പുൾ വൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് കളിയാക്കുന്നതിനാണ് ടു പുൾ വൺസ് ലെഗ് എന്ന് പറയുന്നത്. ഇറ്റ് വാസൻറ്റ് വെരി ഫൺ ടു പുൾ മൈ ലെഗ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്താണ്? അത്ര പിന്നെ ഫണ്ണി അല്ലായിരുന്നു. ഫണ്ണി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസൻറ്റ് വെരി ഫൺ. ഓക്കെ, അത്ര രസകരമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ എന്നെ കളിയാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇഫ് യു പുൾ ഹർ ലെഗ് ലൈക്ക് ദാറ്റ് അഗെയിൻ ഷി വിൽ നെവർ സ്പീക്ക് ടു യു അഗെയിൻ. ഓക്കെ, എന്താണ്? ഇനിയും അവളെ നീ കളിയാക്കുകയാണെങ്കിൽ അവൾ നിന്നോട് സംസാരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, പോപ്പ് ദ ക്വസ്റ്റ്യൻ. പോപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക അല്ലേ. പോപ്പ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വിവാഹ അഭ്യർത്ഥന നടത്തുക എന്നുള്ളതാണ് ആ ഇഡിയമിൻ്റെ അർത്ഥം. ഓക്കെ, വിവാഹ അഭ്യർത്ഥന നടത്തുക. പോപ്പ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, റീനു സെഡ് യെസ് വിതൗട്ട് എ ഫർദർ തോട്ട് വെൻ വിൻസെൻറ്റ് പോപ്പ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? മറ്റൊന്നും ചിന്തിക്കാതെ റീനു ഓക്കെ എന്ന് പറഞ്ഞു. എന്താണ്? വിൻസെൻറ്റ് വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, he popped the question after dating Cincy for 2 years. ഓക്കെ, അവന് വിവാഹാഭ്യർത്ഥന നടത്തി 2 വർഷം പ്രേമിച്ചതിന് ശേഷം എന്നാണ് പറയുന്നത്. ഡേറ്റിംഗ് അല്ലേ. ടു പുൾ ത്രൂ. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയെ തരണം ചെയ്യുന്നതാണ് ടു പുൾ ത്രൂ എന്ന് പറയുന്നത്. ദ ഡോക്ടർ ഈസ് ഷുവർ ദാറ്റ് ഷി വിൽ പുൾ ത്രൂ. ഓക്കെ, എന്താണ്? ഡോക്ടറിന് ഉറപ്പുണ്ട് അവളുടെ പിന്നെ അവളെല്ലാം സുഖമായിട്ട് വരും, ആ രോഗാവസ്ഥയൊക്കെ മാറുമെന്നോ ഉറപ്പുണ്ട്. ഡോക്ടർ ഈസ് ഷുവർ ദാറ്റ് ഷി വിൽ പുൾ ത്രൂ. ഐ എം അഫ്രൈഡ് ദാറ്റ് ദ ഓൾഡ് മാൻ വോണ്ട് പുൾ ത്രൂ. ഓക്കെ, എനിക്ക് സംശയമുണ്ട്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ എം അഫ്രൈഡ്. ഓക്കെ, എനിക്ക് ചില സംശയങ്ങളുണ്ടെന്നുള്ള, പേടിയുണ്ടോയെന്നുള്ളതല്ല അവിടെ അർത്ഥം. ചില സംശയമുണ്ട്, എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മൾ പറയത്തില്ല. അത് തന്നെയാണ് ഐ എം അഫ്രൈഡ് ദാറ്റ് ദ ഓൾഡ് മാൻ വോണ്ട് പുൾ ത്രൂ. ഓക്കെ, അദ്ദേഹത്തിന് രോഗാവസ്ഥയെ തരണം ചെയ്യുമെന്ന് തോന്നുന്നില്ല, സുഖമാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പിൻ.
പോപ്പിൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത സന്ദർശനത്തിനാണ് പോപ്പിൻ എന്ന് പറയുന്നത്. മൈ നെയ്ബർ പോപ്ഡ് ഇൻ ഫോർ എ വിസിറ്റ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ നെയ്ബർ പിന്നെ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മൾ തീർച്ചയായിട്ടും പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അവരെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് വേണം ചെല്ലാൻ, അല്ലെങ്കിൽ പിന്നെ അവർ ബിസിയാണെന്ന് പറയും. ഓക്കെ, മൈ മദർ പോപ്ഡ് ഇൻ അറ്റ് 7 o'clock ടു സീ ഇഫ് ഐ വാസ് അറ്റ് ഹോം. ഓക്കെ, എൻ്റെ അമ്മ ഒന്ന് നോക്കി, എന്താണ് അപ്രതീക്ഷിതമായിട്ട്. ഇപ്പോൾ ചിലപ്പോഴും ഞാനൊരു ഹോസ്റ്റലിലായിരിക്കും, അല്ലെ പിന്നെ വേറൊരു വീട്ടിലായിരിക്കും, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീടെടുത്ത് താമസിക്കായിരിക്കും. അവിടെ അമ്മ പെട്ടെന്നൊരു സന്ദർശനം നടത്തി, ഞാനവിടെ 7 മണിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പേ സമ്മൺ എ കോംപ്ലിമെൻറ്റ്. ഈ സമ്മൺ ആര് വേണമെങ്കിലും ആകാം, അവിടെ ശ്രദ്ധിക്കുക, പ്രശംസിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. പേ എ കോംപ്ലിമെൻറ്റ്. ഹി പെയ്ഡ് ഹിസ് വൈഫ് എ കോംപ്ലിമെൻറ്റ് ഓൺ ഹർ ന്യൂ ഹെയർ കട്ട്. ഓക്കെ, എന്താണ് അവൻ്റെ ഭാര്യയെ പ്രശംസിച്ചു ആ പുതിയ ഹെയർ സ്റ്റൈൽ, ആ ഹെയർ കട്ടിന്, അല്ലേ. ദ പ്രൊഫസർ പെയ്ഡ് ഹർ എ കോംപ്ലിമെൻറ്റ് അബൌട്ട് ഹർ ഗുഡ് പെർഫോമൻസ്. പ്രൊഫസർ അവളെ അഭിനന്ദിച്ചു അവളുടെ നല്ല പെർഫോമൻസിനായിട്ട്. ഓക്കെ, പെയിൻ ഇൻ ദ നെക്ക്. പെയിൻ ഇൻ ദ നെക്ക് എന്ന് പറഞ്ഞാൽ അരോചകം ഉണ്ടാക്കുന്ന ഒന്നെന്നുള്ളതാണ് അർത്ഥം. പെയിൻ ഇൻ ദ നെക്ക്. ദോസ് ലിറ്റിൽ കിഡ്സ് ആർ എ റിയൽ പെയിൻ ഇൻ ദ നെക്ക്. ഓക്കെ, നമ്മുടെ സമീപത്ത് കുറച്ച് പിള്ളേരുണ്ട്, അപ്പോൾ അവർ നമ്മളിങ്ങനെ ഈ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് അലമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സൗണ്ട് ഉണ്ടാക്കുന്നു, വന്ന് കൊട്ടുന്നു. അപ്പോഴും പറയാണ് ദോസ് ലിറ്റിൽ കിഡ്സ് ആർ എ റിയൽ പെയിൻ ഇൻ ദ നെക്ക്. ഓക്കെ, അവർ അരോചകം ഉണ്ടാക്കുന്നുള്ള അർത്ഥം. ദ ബാർക്കിംഗ് ഡോഗ് ഈസ് സച്ച് എ പെയിൻ ഇൻ ദ നെക്ക്. ഓക്കെ, എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിയല്ലേ, അപ്പോൾ അത് ഭയങ്കര അരോചകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെയിൻറ്റ് ദ ടൗൺ റെഡ്. ഓക്കെ, പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വി ആർ പ്ലാനിങ് ടു പെയിൻറ്റ് ദ ടൗൺ റെഡ് ടു നൈറ്റ്. ഓക്കെ, എന്താണ് പുറത്തുനിന്ന് പോയി അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു എന്നാണ്. വി പെയിൻറ്റഡ് ദ ടൗൺ റെഡ് ലാസ്റ്റ് നൈറ്റ് ഫോർ മൈ ഫ്രണ്ട്സ് 40th ബർത്ത്ഡേ. ഓക്കെ, എന്താണ് എൻ്റെ സുഹൃത്തിൻ്റെ 40ാമത്തെ ജന്മദിനം നല്ല അടിച്ചു പൊളിച്ച് അങ്ങനെ ആഘോഷിച്ചു എന്നാണ്. വി പെയിൻറ്റഡ്. പാസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, നല്ല രീതിയിൽ നേടിയെടുക്കുന്നതിനാണ് പാസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി സ്റ്റഡിങ് ഹാർഡ് ആൻഡ് ഹി വിൽ പാസ് IELTS വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, എന്താണ് അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവന് IELTSന് നല്ല മാർക്ക് കിട്ടും, നല്ല സ്കോർ നേടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി പാസ്ഡ് ഹിസ് എക്സാംസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, എന്താണ് അവൻ്റെ എക്സാം എല്ലാം നല്ല രീതിയിൽ പാസ്സായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. pretty as a picture. ഓക്കെ, വളരെ മനോഹരമായ എന്നുള്ളതാണ് pretty as a picture. She looked pretty as a picture in her new dress. ഓക്കെ, അവളുടെ പുതിയ ഡ്രസ്സിൽ അവൾ അതിമനോഹരമായിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. The young woman is as pretty as a picture. ഓക്കെ, അവൾ നന്നായിട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വലിച്ചു വാരി കഴിക്കുന്നതിനാണ് പിഗ് ഔട്ട് എന്ന് പറയുന്നത്. ഹി ടോട്ടലി പിഗ്ഡ് ഔട്ട് അറ്റ് ദി പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ പാർട്ടിയിൽ അവൻ വലിച്ചു വാരി കണ്ടതെല്ലാം കഴിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് പിഗ്ഡ് ഔട്ട്. ഓക്കെ, ആ പിഗ് ഔട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പിഗ്ഡ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ കാര്യമാണ് പറഞ്ഞല്ലേ, കഴിഞ്ഞ രാത്രിയിലത്തെ കാര്യമാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. The food was free at the buffet, so he picked out. ഓക്കെ, എന്താണ് ഫുഡ് ഫ്രീ ആയിരുന്നു ബൊഫയിൽ. ഓക്കെ, ബൊഫയിൽ അറിയാമല്ലോ, നമ്മൾ ഒരു നിശ്ചിത പൈസ കൊടുക്കുന്നു, കയറുന്നു, പിന്നെ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം അല്ലേ. സോ അതുകൊണ്ട് അവനെല്ലാം വലിച്ചു വരി കഴിച്ചെന്നാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക, ബൊഫെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബൊഫറ്റ് അല്ല എഴുതുന്ന. അവിടെ ടി ഉണ്ട്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ബൊഫെയാണ്. പേ ത്രൂ ദ നോസ്. ഓക്കെ, കണ്ടവാനം പൈസ ചിലവാക്കുന്നതിനാണ് പേ ത്രൂ ദ നോസ് എന്ന് പറയുന്നത്. ഐ യൂഷ്വലി ഹാവ് ടു പേ ത്രൂ ദ നോസ് ഫോർ പാർക്കിംഗ് ഇഫ് ഐ ബ്രിങ് ഇറ്റ് ടു ദ സിറ്റി. ഓക്കെ, കാറ് പാർക്ക് ചെയ്യുന്നതിനായിട്ട് ഒത്തിരി പൈസ ചിലവഴിക്കണം ഞാൻ ആ സിറ്റിയിലേക്ക് കൊണ്ടുവരണം, കാരണം സിറ്റിയിലൊക്കെ പാർക്കിങ്ങിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ. ഐ യൂഷ്വലി ഹാവ് ടു പേ ത്രൂ ദ നോസ് ഫോർ പാർക്കിംഗ് എ കാർ ഇഫ് ഐ ബ്രിങ് ഇറ്റ് ടു ദി സിറ്റി. ഹി പേ ത്രൂ ദ നോസ് ടു ഗെറ്റ് ദ കാർ ഫിക്സ്ഡ്. ഓക്കെ, ചില കാർ നമ്മൾ നന്നാക്കി എടുക്കാൻ ഒത്തിരി പൈസ അവൻ ചിലവഴിച്ചു എന്നാണ്. ഓക്കെ, അതാണ് ആ പേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്ന പെയ്ഡ് അല്ലേ. പെയ്ഡ്. പോക്ക് അറൗണ്ട് എന്ന് പറയുന്നത്, പോക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിഞ്ഞ് നോക്കുന്നതിനാണ് ഈ പോക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഇൻ്റർനെറ്റിലാണെങ്കിലും അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ നോക്കും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി, അതിനും പോക്ക് അറൗണ്ട് എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, ജസ്റ്റ് പോക്ക് അറൗണ്ട് ദ ഇൻ്റർനെറ്റ് യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് നോൺസെൻസ് വെബ്സൈറ്റ്. ഓക്കെ, എന്താണ് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇൻ്റർനെറ്റ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഒരുപാട്
ആവശ്യമില്ലാത്ത നോൺസെൻസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. He poked around his desk to see if the wallet was there. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേഴ്സ് അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഡെസ്കിലൊക്കെ ഇങ്ങനെ തുറ്റിച്ചെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.